നമസ്കാരം സുഹൃത്തുക്കളെ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ ടെർമിനൽസ് എങ്ങനെ ഉറപ്പാക്കാം, എങ്ങനെ ഘടകങ്ങൾ തിരിച്ചറിയാം, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എങ്ങനെ ഉറപ്പാക്കാം എന്നിവയെക്കുറിച്ചുള്ള ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ സാധ്യമാകും. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വ്യാഖ്യാനിക്കുക, HT-LT വൈൻഡിങ്ങുകൾ തിരിച്ചറിയുക. വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡിലൂടെ ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നിർണ്ണയിക്കുക. നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്നതിനാവശ്യമായ മെറ്റീരിയൽ സംഘടിപ്പിക്കാം. വോൾട്ട് മീറ്റർ മൂവിംഗ് അയൺ 0 മുതൽ 250 300 വോൾട്ട്. ഓം മീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, അമ്മീറ്റർ മൂവിംഗ് അയൺ 0 മുതൽ 10 ആംപിയർ, അമ്മീറ്റർ മൂവിംഗ് അയൺ 100 മില്ലി ആംപിയർ, വോൾട്ട് മീറ്റർ മൂവിംഗ് കോയിൽ, 3-pin socket with switch, push button switch, DC supply, single phase transformer, auto transformer, connecting wire. ടെർമിനൽസ് തിരിച്ചറിയൽ. LT ലോ ടെൻഷൻ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൂചിപ്പിക്കുന്നു. ST എന്നത് ഹൈ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ മൾട്ടിമീറ്റർ കുറഞ്ഞ റേഞ്ചിൽ റെസിസ്റ്റൻസ് മോഡിൽ സെറ്റ് ചെയ്യുക. പ്രോബ്സ് പ്രൈമറി സൈഡിലെ 2 അഗ്രങ്ങൾക്കിടയിൽ വെച്ച ശേഷം റെസിസ്റ്റൻസ് വാല്യൂ ടേബിളിൽ രേഖപ്പെടുത്തുക. അതുപോലെ പ്രോബ്സ് സെക്കൻഡറി ടെർമിനലുകൾക്കിടയിൽ വെച്ചതിന് ശേഷം റെസിസ്റ്റൻസ് വാല്യൂ പട്ടികയിൽ രേഖപ്പെടുത്തുക. HT-LT വൈൻഡിങ്ങുകൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് അളക്കുന്നതിലൂടെ കണ്ടെത്തുക. ശ്രദ്ധിക്കുക, ST സൈഡ് റെസിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കുമ്പോൾ LT സൈഡ് റെസിസ്റ്റൻസ് എപ്പോഴും ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അളന്നെടുത്ത റെസിസ്റ്റൻസ് വാല്യൂവിൽ നിന്ന് പ്രൈമറിയാണ് ST സൈഡ് എന്നും സെക്കൻഡറിയാണ് LT സൈഡ് എന്നും മനസ്സിലാക്കുവാനാകും. ST ഒരു പുഷ് ബട്ടൺ സ്വിച്ച് വഴി DC സപ്ലൈയിലേക്കും 0 മുതൽ 15 വോൾട്ട്സ് റേഞ്ചുള്ള ഒരു മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്ററിന്റെ LTയിലേക്കും സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ ST ടെർമിനലിനെ A1 A2 എന്നും LT ടെർമിനലിനെ A1 A2 മാർക്ക് ചെയ്യുക. പുഷ് ബട്ടൺ സ്വിച്ച് അമർത്തുക. LT സൈഡിലെ വോൾട്ട് മീറ്ററിന്റെ പോയിന്റിന്റെ വ്യതിയാനം നിരീക്ഷിക്കുക. പോയിന്റർ വലതുവശത്തേക്കാണ് നീങ്ങുന്നതെങ്കിൽ ചെയ്ത മാർക്കിംഗ് അതുപോലെ സൂക്ഷിക്കുക. എതിർവശത്തേക്കാണ് വ്യതിചലനമെങ്കിൽ LT ടെർമിനലിൽ കണക്ട് ചെയ്ത വോൾട്ട് മീറ്റർ കണക്ഷനും LT ടെർമിനലിൽ രേഖപ്പെടുത്തിയ മാർക്കിങ്ങുകളും മാറ്റുക. ഇപ്പോൾ ഒരിക്കൽ കൂടി പുഷ് ബട്ടൺ സ്വിച്ച് അമർത്തി വോൾട്ട് മീറ്റർ വലതുവശത്തേക്ക് നീങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. വോൾട്ട് മീറ്റർ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഉറപ്പാക്കൽ. സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ സിംഗിൾ ഫേസ് 50 Hz 240 വോൾട്ട് AC സപ്ലൈയിലേക്ക് 3-pin സോക്കറ്റ് വഴി എർത്ത് പോയിന്റ് ഉൾപ്പെടെ കണക്ട് ചെയ്യുക. സിംഗിൾ ഫേസ് ഓർഡിനറി ട്രാൻസ്ഫോമറിനെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിലേക്ക് കണക്ട് ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ചുവപ്പ് നോബ് A1 ടെർമിനലിലും കറുപ്പ് നോബ് A2 ടെർമിനലിലും കണക്ട് ചെയ്യുക. പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് അളക്കുന്നതിനായി യഥാക്രമം 0 മുതൽ 300 വോൾട്ട്സ് വരെ റേഞ്ചിലുള്ള വോൾട്ട് മീറ്റർ V1 പ്രൈമറി വൈൻഡിങ്ങിന് പാരൽ ആയും 0 മുതൽ 150 വോൾട്ട്സ് വരെ റേഞ്ചിലുള്ള വോൾട്ട് മീറ്റർ V2 സെക്കൻഡറി വൈൻഡിങ്ങിന് പാരലായും കണക്ട് ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോമർ പരിശോധിച്ച് 0 വോൾട്ട് ഔട്ട്പുട്ട് പൊസിഷനിൽ സെറ്റ് ചെയ്യുക. സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് V1നെ 100 വോൾട്ട്സിൽ സെറ്റ് ചെയ്ത് V2 റീഡ് ചെയ്യുക. വാല്യൂ ഒരു ടേബിളിൽ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക, ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ST സൈഡിലെ റേറ്റിംഗിന്റെ ഏകദേശം 50% ക്രമീകരിക്കണം. ടേബിളിൽ കാണിച്ചിരിക്കുന്ന വാല്യൂകളിലേക്ക് V1 വാല്യൂ സെറ്റ് ചെയ്ത് അനുബന്ധമായ V2 റീഡിംഗ് രേഖപ്പെടുത്തുക. അളന്ന V1 ആൻഡ് V2 വാല്യൂവിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണക്കാക്കുക. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K=V2/V1 എന്ന സമവാക്യം ഉപയോഗിക്കുക. ട്രാൻസ്ഫോർമേഷനിൽ നിന്നും കണക്കുകൂട്ടിയ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോകൾ താരതമ്യം ചെയ്യുകയും എല്ലാ റീഡിംഗുകളും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സമാനമാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. അമ്മീറ്റർ മെത്തേഡിലുള്ള ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ ഉറപ്പുവരുത്തൽ. സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു സിംഗിൾ ഫേസ് 50 Hz 240 വോൾട്ട്സ് AC സപ്ലൈയിലേക്ക് 3-pin സോക്കറ്റ് വഴി കണക്ട് ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് ഒരു സിംഗിൾ ഫേസ് ഓർഡിനറി ട്രാൻസ്ഫോമർ പ്രൈമറി സൈഡ് കണക്ട് ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ചുവപ്പ് നിറമുള്ള നോബ് A1 ടെർമിനലിലും കറുപ്പ് നോബ് A2 ടെർമിനലിലും കണക്ട് ചെയ്യുക.
ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ST വൈൻഡിംഗ്, അതായത് പ്രൈമറി സൈഡിലേക്ക് 0 മുതൽ 500 മില്ലി ആംപ്സ് വരെ റേഞ്ചിലുള്ള ഒരു മൂവിംഗ് കോയിൽ മില്ലി ആംപിയർ വഴി കണക്ട് ചെയ്യുക. ST വൈൻഡിങ്ങിലുള്ള കറണ്ട് താഴ്ന്ന നിലയിൽ ആയിരിക്കണം, പക്ഷേ 1 മില്ലിമീറ്റർ അമ്മീറ്ററിന് കൃത്യമായി റീഡ് ചെയ്യാനുള്ള അത്രയും ഉയർന്ന നിലയിലും ആകണം. 0 മുതൽ 10 ആംപിയേഴ്സ് വരെ റേഞ്ചിലുള്ള മൂവിംഗ് അയൺ അമ്മീറ്റർ LT വൈൻഡിങ്ങിന് സീരീസായി, അതായത് കാണിച്ചിരിക്കുന്നത് പോലെ സെക്കൻഡറി സൈഡിൽ കണക്ട് ചെയ്യുക. അമ്മീറ്റർ LT സൈഡിലെ റേറ്റഡ് കറണ്ട് എടുത്തിരിക്കണം. സെക്കൻഡറി റേറ്റിംഗ് വളരെ ഉയർന്നതാണെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമറും അമ്മീറ്ററും ഉപയോഗിക്കുക. ഓട്ടോ ട്രാൻസ്ഫോമറിലെ നോബ് 0 വോൾട്ടേജ് പൊസിഷനിലാണെന്നത് ഉറപ്പാക്കുക. സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ST വൈൻഡിംഗ്, അതായത് പ്രൈമറി വൈൻഡിങ്ങിൽ ആവശ്യമായ കറണ്ട് I1 നൽകുന്നതിനായി വോൾട്ടേജ് പടിപടിയായി ഉയർത്തുക. അമ്മീറ്റേഴ്സ് I1, I2 എന്നിവയിലെ കറണ്ട് റീഡിംഗ് നോക്കി പട്ടികയിൽ രേഖപ്പെടുത്തുക. ST കറണ്ട് വ്യത്യസ്ത വാല്യൂകളിലേക്ക് സെറ്റ് ചെയ്ത് അനുബന്ധമായ LT കറണ്ട് രേഖപ്പെടുത്തുക. K I1/I2 എന്ന ഫോർമുല ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K കണ്ടെത്തി പട്ടികയിൽ രേഖപ്പെടുത്തുക. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്പർ പ്ലേറ്റിൽ രേഖപ്പെടുത്തിയതാണെന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വ്യാഖ്യാനിക്കുക. ST LT വൈൻഡിംഗ് തിരിച്ചറിയുക. വോൾട്ട് മീറ്റർ അമ്മീറ്റർ രീതികളിൽ ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നിർണ്ണയിക്കുക. എങ്ങനെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനൽസ് ഉറപ്പാക്കാം, ഘടകങ്ങൾ തിരിച്ചറിയാം, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണക്കാക്കാം എന്നിവയെക്കുറിച്ചുള്ള ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.